ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ US വിമാനങ്ങൾക്ക് ട്രംപിൽ നിന്ന് അനുമതി കിട്ടിയതോടെ അവിടെ അടിയും തുടങ്ങി. 25 മിനിറ്റ് മാത്രമാണ് ഓപ്പറേഷൻ നീണ്ടുനിന്നത്. ഇറാനിലെ ഫോർദോ, നതാൻസ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലാണ് US-ൻ്റെ ആക്രമണം നടന്നത്. കൃത്യത അതായിരുന്നു ആക്രമണത്തെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപിന് എടുത്തു പറഞ്ഞത്. കൃത്യത, വേഗത, വൈദഗ്ധ്യം അങ്ങനെയായിരുന്നു ആക്രമണത്തിൻ്റെ സവിശേഷതയെന്ന് ട്രംപ് പറയുന്നു. ഭൂമിയുടെ മറ്റേ അറ്റത്ത് നിന്ന് US വിമാനങ്ങൾ പറന്നെത്തി ബങ്കർ ബസ്റ്റർ ആക്രമണം നടത്തുകയായിരുന്നു. 125 എയർക്രാഫ്റ്റുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. 24 തവണ മിസൈലുകൾ ആണവ കേന്ദ്രത്തിൽ നിന്ന് പതിച്ചു. US അന്തർവാഹിനികളിൽ നിന്നാണ് മിസൈലുകൾ പറന്നുയർന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണമാണ് US നടത്തിയത്. നേരത്തെ 2001-ൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് US നേരത്തെ ഈ തരത്തിലുള്ള ആക്രമണം നടത്തിയിരുന്നത്. ലോകത്തിലെ ഒരു സൈന്യത്തിനും കഴിയാത്തതാണ് അമേരിക്കയ്ക്ക് കഴിയുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നായിരുന്നു ഈ ഓപ്പറേഷന് പേരിട്ടത്. 20 B-2 വിമാനങ്ങളാണ് നേരത്തെ അമേരിക്കയിലെ മിസൗറി വൈറ്റ്മാൻ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത്. ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇവ കൂടുതലും ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. യഥാർത്ഥത്തിൽ 7 B-2 വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. 11,200 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവ ഇറാനിൽ ആക്രമണം നടത്തിയത്.